ഹലോ വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലേഡീസ് ഒള്ളിയാണ്. ലേഡീസ് മാത്രം കണ്ടുവച്ചാൽ മതി ഇന്നത്തെ വീഡിയോ. അപ്പൊ തമ്പനയിലൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? അതെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വാക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇപ്പൊ ഷോപ്പുകളിലൊക്കെ നമുക്ക് ലേഡീസിന് ഏറ്റവും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കോൾഡ് വാക്സ് വന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറയുന്ന ഹോട്ട് വാക്സ് ആയിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ വാക്സ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആണ്. ചിലർക്ക് അതിന് ഇച്ചിങ് ഉണ്ടാകും, ചിലർക്ക് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് വരുന്നുണ്ട്, പിന്നെ റാഷസ് വരുന്നുണ്ട്. അങ്ങനെ പല പല കംപ്ലൈന്റുകൾ ഓരോരുത്തരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇത് പേടിച്ചിട്ടാണെങ്കിൽ ഷേവ് ചെയ്യും. ഷേവ് ചെയ്താൽ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ വീണ്ടും ഹെയർ എല്ലാം വന്നു തുടങ്ങും. ഹെയർ റിമൂവർ ആണെങ്കിൽ കുറെ ആൾക്കാർക്ക് അലർജി പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അതിനെല്ലാമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കോൾഡ് വാക്സ്. അപ്പൊ അത് വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറെ കാലമായി അപ്പം വന്നിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അല്ല, വിശദമായിട്ടൊന്നും പറയുന്നില്ല. വാക്സ് ചെയ്യാനൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും എല്ലാവർക്കും അറിയാം. അപ്പൊ കോൾഡ് വാക്സ് ആയതുകൊണ്ട് ടീനേജ് പ്രായത്തിലുള്ള ആൾക്കാർക്കും അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവർക്കും ഒരു പേടിയില്ല, അധികം പെയിൻഫുൾ ഒന്നും അല്ല ഇത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോൾഡ് വാക്സ്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. വലിയ വിശദമായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാമെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെന്താ, വേറെ വിശേഷമൊന്നും ഇല്ല. അപ്പൊ നമുക്ക് വാക്സ് ചെയ്യാം. പിന്നെ ഇത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഐബ്രോയിഡ് ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഹെയർ ഒക്കെ വരുവാണെങ്കിൽ അതും ഒന്ന് ത്രെഡ് ചെയ്ത് കളയുന്നതിന് പകരമായിട്ട് ഇത് തേച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അവിടുത്തെ ഹെയർ ഒക്കെ നമുക്ക് പോകും. എപ്പോഴും പാർലറിൽ പോയിട്ട് ത്രെഡിങ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കോൾഡ് വാക്സ്. മറ്റേ ഹോട്ട് വാക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും പേടിയുള്ളൊരു കാര്യമാണ്. വാക്സ് ചെയ്തവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടൊന്ന് അപ്പോൾ വാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള പാഡും ഞാൻ വാക്സും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കോൾഡ് വാക്സ് ആയതുകൊണ്ട് അറിയാമല്ലോ. നമ്മുടെ ഹോട്ട് വാക്സ് ആണെങ്കിൽ പിന്നെ അത് ചൂടാക്കുകയൊക്കെ ചെയ്യണം. ഇത് അങ്ങനെയൊന്നും ഒരാവശ്യവുമില്ല. ഇത് സിൽക്കി സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ്. ഒരു കൊറിയൻ കമ്പനിയുടെയാണ്. ഇതിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിലേത് ഉപയോഗിക്കാം. ആമസോണിലാണെങ്കിൽ ആയൂറിൻ്റേതുണ്ട്, ഭയങ്കര ചീപ്പ് റേറ്റാണ് അത്. അങ്ങനെ പല ബ്രാൻഡിൻ്റേതുണ്ട്. അപ്പോൾ നാട്ടിലാണെങ്കിൽ അങ്ങനത്തേത് വാങ്ങിക്കാം. ഇവിടെയും അതുപോലെ തന്നെ വലിയ വില കൂടുതലൊന്നുമില്ല. പിന്നെ തന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ആകെപ്പാടെ കുറച്ച് ഹെയറേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ വാക്സ് ചെയ്ത് കാണിക്കാം. അപ്പം നമ്മൾ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമോ ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ നമ്മളത് ഉപയോഗിക്കുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ അധികം ഹെയർ ഇല്ല. ഉള്ളത് ഞാൻ ഒരു 2 വീക്സ് എടുക്കാണ്ടിരുന്നിട്ടാണ് ഇപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത്. കണ്ടില്ലേ, അത്രയും മാത്രമേ ഉള്ളൂ. സൂം ചെയ്താലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഉള്ളത് വെച്ചിട്ടൊന്ന് വാക്സ് ചെയ്ത് കാണിക്കാം. വളരെ സിമ്പിളായിട്ടാണ്. പിന്നെ ഭയങ്കര അലർജി പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് നമ്മുടെ ഇതിലുണ്ടല്ലോ, ബേബി പൗഡർ വല്ലതും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഈ വാക്സ് പുരട്ടിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ നമ്മളിത് മുകളിലോട്ടാണ്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ നന്നായിട്ട് തേക്കുക. എന്നിട്ട് നമ്മുടെ പാഡ് വെച്ചിട്ട് പ്രസ് ചെയ്ത് വെക്കുക. വളരെ സിമ്പിളല്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് കോൾഡ് വാക്സിനെ കുറിച്ചൊന്ന് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹോട്ട് വാക്സിനേക്കാൾ അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കിത്. ഇതിന് ഒട്ടും പെയിൻ ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. ഇത് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളിത് ചെയ്യുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വളരെ നല്ല ഫുള്ള് നമുക്ക് കിട്ടും. നോക്കിക്കേ, ഇതിപ്പം എത്രമാത്രം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതേ നോക്കിക്കേ, നല്ല ക്ലീൻ ആകും. ഇതാവുമ്പോൾ നമുക്ക് റിമൂവറൊക്കെ പുരട്ടുകയോ നമ്മൾ ഷേവ് ചെയ്യുകയൊക്കെ ചെയ്താൽ കുറേ ബുദ്ധിമുട്ടാണ്. ഇത് പെട്ടെന്ന് വരികയും ചെയ്യും. ഇങ്ങനാണെങ്കിൽ ഒരു 1 മന്ത് വരെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരത്തില്ല. നിങ്ങളുടെ കാലായാലും കൈയായാലും ഒക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം നമ്മൾ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇടുമ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. കോൾഡ് വാക്സ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ പാർലറിൽ പോയി ചെയ്യാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കയ്യിലായാലും കാലിലായാലും ഒക്കെ വാക്സ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇപ്പോൾ കയ്യിലും കാലിലും നമുക്കിത് ചെയ്യാൻ വേണ്ടി ഞാൻ കൈ ഫുള്ളായിട്ട് എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് കാണിച്ചേക്കുന്നത്. നോക്കിക്കുക, നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കൈ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ബൈ.